ത്രില്ലേഴ്സ് മൂവി റീക്യാപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന ഒരു റിവെഞ്ച് ത്രില്ലർ ഫിലിമിന്റെ സ്റ്റോറിയാണ്. 2015 റിലീസ് ചെയ്യപ്പെട്ട ഈവൻ ലാംബ് ഹാവ് ടീത്ത് എന്ന ഫിലിമിന്റെ സ്റ്റോറിയാണ് പറയുന്നത്. ഇതൊരു കനേഡിയൻ ഫിലിമാണ്. കാനഡ എന്ന രാജ്യക്കാരാണ് എടുത്തിരിക്കുന്നത്. രണ്ട് യുവതികളുടെ കഠിനമായ പ്രതികാരത്തിന്റെ കഥയാണ് സിനിമ പറഞ്ഞിരിക്കുന്നത്. ഈ സിനിമയുടെ സ്റ്റോറിയാണ് ഇനി പറയാൻ പോകുന്നത്. സ്പോയിലർ ഉണ്ടായിരിക്കും. വാച്ച് ഔട്ട് ആൻഡ് ടേക്ക് കെയർ. ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായ കേറ്റിയും സ്ലോവനും അവരുടെ കൂടെ കോളേജിൽ പഠിക്കുന്ന ചില സുഹൃത്തുക്കളുമായി ബീറൊക്കെ കുടിച്ച് ഒരു പാർട്ടി ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. ഇവരുടെ കോളേജ് ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇവരിപ്പോൾ ഈ ഒരു പാർട്ടി ചെയ്യുന്നത്. ശേഷം കേറ്റിയും സ്ലോവനും ഇപ്പോൾ കേറ്റിയുടെ വീട്ടിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവര്. കേറ്റിയുടെ അങ്കിളിന്റെ വീടിന്റെ ഏകദേശം അടുത്തായി ഒരു ഓർഗാനിക് ഫാം ഉണ്ട്. ആ ഫാമിൽ ഒരു മാസം ജോലി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് ഒരു ട്രിപ്പ് പോകാനാണ് ഇപ്പോൾ ഇവരുടെ പ്ലാൻ. അടുത്ത ദിവസം ഇവരെ രണ്ടുപേരെയും കൊണ്ടുപോകുന്നതിനായി കേറ്റിയുടെ അങ്കിൾ കാറുമായി കേറ്റിയുടെ വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും അയാളുടെ കാറിൽ കയറി യാത്രയാവുന്നു. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേറ്റിയുടെ അങ്കിളിനോട് സ്ലോവൻ പല ചോദ്യങ്ങളും ചോദിക്കുന്നു. അയാൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ, കുട്ടികളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അയാൾ പറയുന്നു അയാൾ കല്യാണവും കഴിച്ചിട്ടില്ല, കുട്ടികളുമില്ല, പക്ഷേ അയാൾക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. അയാളുടെ ഗേൾ ഫ്രണ്ട് അയാളുടെ കൂടെ അയാളുടെ വീട്ടിലുണ്ട് എന്ന് പറയും. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം ഇവർ അങ്കിളിന്റെ വീട്ടിലെത്തുന്നു. അങ്കിളിന്റെ വീട്ടിൽ അങ്കിളിന്റെ ഗേൾ ഫ്രണ്ട് അവരെ സ്വീകരിക്കുന്നു. അന്ന് രാത്രിയിൽ ഇവര് അങ്കിളിന്റെ വീട്ടിൽ വിശ്രമിക്കുന്നു. അടുത്ത ദിവസം ഇവര് ജോലി ചെയ്യാനുള്ള ഫാമിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുകയായിരുന്നു. ഈ ഒരു സമയത്താണ് സ്ലോവനെ മൂത്രമൊഴിക്കാൻ മുട്ടുന്നത്. മൂത്രമൊഴിക്കുന്നതിന് വേണ്ടി അവര് അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു. ആ റെസ്റ്റോറൻറ്റിൽ വെച്ച് ഇവര് രണ്ട് യുവാക്കളെ പരിചയപ്പെടുന്നു. ആ യുവാക്കളുമായി ഇവര് ഭക്ഷണം കഴിക്കുന്നു. ഇവരുടെ പല കാര്യങ്ങളും അങ്ങനെ ആ യുവാക്കളോട് ഇവര് ഷെയർ ചെയ്യുന്നു. ആ യുവാക്കൾ ഇവരോട് പറയുന്നു ഇവര് പോകാൻ ഉദ്ദേശിക്കുന്ന ആ ഫാമിന്റെ ഏകദേശം അടുത്ത് തന്നെയാണ് ഇവരുടെ വീട്. ഇവരിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ട്രക്കിൽ വേണമെങ്കിൽ ഇവരെ രണ്ടുപേരെയും സ്ലോവനെയും കേറ്റിനെയും അവിടേക്ക് കൊണ്ടുപോകാമെന്ന് ആ യുവാക്കൾ പറയുന്നു. ആദ്യം ഇത് അവര് വിസമ്മതിക്കുന്നു. പിന്നെ സ്ലോവന്റെ നിർബന്ധപ്രകാരം കേറ്റ് അതിനെ സമ്മതിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ആ യുവാക്കളുടെ കൂടെ അവരുടെ ട്രക്കിൽ കയറി അവിടേക്ക് യാത്രയാവുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇവർക്ക് പോകാനുള്ള ഫാം എത്തുന്നു. എന്നാൽ ആ യുവാക്കൾ അവരുടെ വാഹനം സ്റ്റോപ്പ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നില്ല എന്ന് ഇവർ ചോദിച്ചപ്പോൾ ആ യുവാക്കളുടെ വീട് അവിടെ അടുത്ത് തന്നെയാണ്. അവരുടെ വീട്ടിലൊന്ന് കയറിയതിനു ശേഷം തിരിച്ച് ഈ ഫാമിലേക്ക് കൊണ്ടാക്കി തരാമെന്ന് അവർ പറയുന്നു. ഇവരത് സമ്മതിക്കുന്നു. ശേഷം ആ യുവാക്കളുടെ വീട്ടിലേക്ക് ഇവർ രണ്ടുപേരും എത്തുന്നു. അവിടെ ആ യുവാക്കളുടെ അമ്മ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ഇവർക്ക് കഴിക്കുന്നതിന് വേണ്ടി 2 കേക്ക് കൊടുക്കുന്നു. ഇവർ ആ കേക്ക് കഴിക്കുന്നു. കേക്ക് കഴിച്ച അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവർക്ക് ചെറുതായി തല കറങ്ങുന്ന പോലെ ഇവർക്ക് രണ്ടുപേർക്കും ഫീൽ ചെയ്യുന്നു. ഇവർക്ക് മനസ്സിലാവുന്നു ആ കേക്കിൽ ഇവരെന്തോ ചേർത്തിട്ടുണ്ട് എന്ന കാര്യം ഇവർക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ നിന്ന് എണീറ്റ് ഓടുന്നു. ഇത് കണ്ട ആ യുവാക്കൾ അവരുടെ പിന്നാലെ ഓടുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ആ യുവാക്കൾ അവരെ രണ്ടുപേരെയും പിടികൂടുന്നു. രണ്ടുപേരെയും ആ യുവാക്കൾ അവരുടെ വീട്ടിലേക്ക് തന്നെ എടുത്തു കൊണ്ടുവരുന്നു. ശേഷം കേറ്റിയെയും സ്ലോവനെയും ഇവരെ വലിയ 2 കണ്ടെയ്നറുകളിലാക്കി ലോക്ക് ചെയ്യുന്നു. അവർ രണ്ടുപേരും ഹെൽപ്പിനു വേണ്ടി, സഹായത്തിനു വേണ്ടി ഉച്ചത്തിൽ നിലവിളിക്കുന്നു. ഈ ഒരു സമയത്ത് ആ യുവാവ് അവിടേക്ക് കടന്നു വരുന്നു. അവൻ ആ യുവതികളോട് പറയുന്നു, നിങ്ങൾ വെറുതെ ഒച്ച വെച്ച് നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഇത് തികച്ചും ഒരു വിജനമായ പ്രദേശമാണ്. ഇവിടേക്ക് ആരും വരാൻ പോകുന്നില്ല. ശേഷം ആ യുവാക്കളുടെ ബോസ് അവിടേക്ക് കടന്നു വരുന്നു. ബോറിസ് എന്നാണ് അവന്റെ പേര്. അവൻ ആ യുവതികളുമായി സംസാരിക്കുന്നു. കേറ്റിയുടെ ഫോൺ അവൻ ചെക്ക് ചെയ്ത് നോക്കുന്നു. അതിലേക്ക് അവളുടെ അങ്കിൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഡീറ്റെയിൽസ് മുഴുവൻ ബോറിസ് അവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നു. നുണ പറയുകയാണെങ്കിൽ അതിക്രൂരമായിരിക്കും ശിക്ഷ എന്ന് പറഞ്ഞ് അവൻ ആ യുവതികളെ ഭീഷണിപ്പെടുത്തുന്നു. ശേഷം അവൻ അങ്കിളിനെ തിരിച്ച് ഇവരാണ് കേറ്റിയാണെന്ന നിലയിൽ മെസ്സേജ് അയക്കുന്നു. സുരക്ഷിതമാണ്, പേടിക്കേണ്ട എന്ന രീതിയിൽ മെസ്സേജ് അയക്കുന്നു. ശേഷം ഒരു പോലീസുകാരൻ അവിടേക്ക് കടന്നു വരുന്നു. പോലീസുകാരനെ കണ്ടപ്പോൾ ഈ യുവതികൾ വിചാരിക്കുന്നു രക്ഷിക്കാൻ വേണ്ടി വന്നതാണെന്ന് വിചാരിക്കുന്നു. പക്ഷേ അയാൾ ഈ ഇവരുടെ സൈഡായിരുന്നു. ശേഷം ആ പോലീസുകാരൻ കേറ്റിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് പീഡിപ്പിക്കുന്നു. അതിനുശേഷം ഒരു താടിക്കാരൻ സുഗുണൻ കടന്നു വരുന്നു. അയാൾ കുറച്ചൊരു പൊട്ടനാണ്, ഒരു അന്തം കമ്പിയാണ്, പക്ഷേ ആൾ സൈക്കോ ആണ്. ആ സുഗുണൻ സ്ലോവനെ ക്രൂരമായി പീഡിപ്പിക്കുന്നു.
അതിക്രൂരമായി പീഡിപ്പിക്കുന്നു. ശേഷം ഒരു പോർക്കിൻ്റെ മുഖം മൂടിയിട്ടുള്ള ആൾ വരുന്നു. അപ്പോൾ അയാളൊരു നാട്ടിലെ പ്രമാണിയാണെന്ന് തോന്നുന്നു. മുഖം മറയ്ക്കാൻ വേണ്ടി അങ്ങനെ മുഖം മൂടിയിട്ടുള്ളതാണ്. അയാൾ ഇവരെ പീഡിപ്പിക്കുന്നു. അങ്ങനെ ടോട്ടൽ 3 പേര് ഈ യുവതികളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് പീഡിപ്പിക്കുന്നു. കെയ്ത്തിയെയും സ്ലോവനെയും കാണാതായതിനെ തുടർന്ന് അങ്കിൾ അവരെ അന്വേഷിച്ചിറങ്ങിത്തിരിക്കുന്നു. ഫാമിൽ അന്വേഷിച്ചപ്പോൾ പ്രത്യേകിച്ച് വിവരമൊന്നും കിട്ടാതിനെ തുടർന്ന് അയാൾ ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ആ റെസ്റ്റോറൻറ്റിലെ ആളോട് അയാൾ ഫോണിൽ ഫോട്ടോയൊക്കെ കാട്ടിക്കൊടുത്ത് ഇവരെ അറിയുമോ എന്ന് ചോദിച്ചു നോക്കുന്നു. അയാൾ പറയുന്നു ഇവർ രണ്ടുപേരെയും കണ്ടിരുന്നു. ഇവരെ മൂത്രമൊഴിക്കാനായി ഇവിടേക്ക് വന്നിരുന്നു. തുടർന്ന് 2 യുവാക്കളോടൊരുമിച്ച് ഇവർ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. ശേഷം ആ യുവാക്കളുടെ ഒരു നീല കളറുള്ള ട്രക്കിൽ കയറിപ്പോയി എന്ന് അയാൾ അങ്കിളിനോട് പറയുന്നു. ശേഷം അങ്കിള് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. ആ പോലീസ് സ്റ്റേഷനിലെ പ്രധാന പോലീസ് ഉദ്യോഗസ്ഥൻ ഇവരെ പീഡിപ്പിച്ച ആ പോലീസുകാരൻ തന്നെയാണ്. അങ്കിൾ ആ പോലീസുകാരനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. ഇങ്ങനൊരു ബ്ലൂ ട്രക്കിൽ കയറി 2 യുവാക്കളാണ് അവരെ കൊണ്ടുപോയിട്ടുള്ളത് എന്ന കാര്യമൊക്കെ പോലീസുകാരനോട് അങ്കിൾ പറയുന്നു. നിങ്ങൾ ധൈര്യമായിരിക്കെ, ഞങ്ങൾ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് എന്ന് പോലീസുകാരൻ അങ്കിളിനോട് പറയും. ശേഷം പോലീസുകാരൻ ഉടനെ തന്നെ ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഫോൺ വിളിച്ച് എത്രയും പെട്ടെന്ന് ആ ബ്ലൂ ട്രക്ക് മറവ് ചെയ്യാനുള്ള നിർദ്ദേശം അയാൾ കൊടുക്കുന്നു. ഇപ്പോൾ സ്ലോവനെയും കെയ്ത്തിനെയും അങ്ങോട്ട് വന്ന് കൊല്ലാനുള്ളൊരു പ്ലാനിലാണ് ഇയാൾ. ഇതേ സമയം അവിടെ സുഗുണൻ ഒരു പ്രാവശ്യം കൂടി ഇവരെ 2 പേരെയും പീഡിപ്പിക്കാനായി വന്നിരിക്കുകയാണ്. ഇത്തവണ കെയ്ത്ത് ഒരു ബുദ്ധി പ്രയോഗിക്കാൻ തീരുമാനിക്കുന്നു. അവള് സുഗുണനോട് പ്രണയം നടിക്കുന്നു, സ്നേഹം നടിക്കുന്നു. എന്നിട്ട് അവള് സുഗുണന്റെ കഴുത്ത് ക്രൂരമായി മാരകമായി കടിച്ച് പറിച്ചെടുക്കുന്നു. അങ്ങനെ സുഗുണന്റെ കഴുത്തിൽ നിന്ന് ബ്ലഡ് ഒരുപാട് വാർന്നു പോവുകയും സുഗുണൻ തട്ടിപ്പോവുകയും ചെയ്യുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ പോലീസുകാരൻ അവിടെ എത്തിച്ചേരുന്നു. അയാൾ അവിടെ വന്നു നോക്കുമ്പോൾ കാണുന്നത് സുഗുണന്റെ മൃതശരീരമാണ്. അത് അയാൾ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് കെയ്ത്തും സ്ലോവനും കൂടി ആ പോലീസുകാരന്റെ കാർ എടുത്ത് അവിടെ നിന്ന് കടന്നു പോകുന്നു. ശേഷം അവരൊരു ഹാർഡ്വെയർ ഷോപ്പിന്റെ മുന്നിൽ കാർ സ്റ്റോപ്പ് ചെയ്യുന്നു. ആ ഷോപ്പിന്റെ ഉള്ളിൽ കയറി അവിടെ നിന്ന് ഒരുപാട് ആയുധങ്ങൾ അവർ പർച്ചേസ് ചെയ്യുന്നു. ബേസ്ബോൾ ബാറ്റ്, ചങ്ങല, കയറ്, ആണി, ടെന്നീസ് ബോൾ തുടങ്ങിയ ഒരുപാട് ആയുധങ്ങൾ അവർ അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നു. ശേഷം അവർ ബോറിസിന്റെ വീട്ടിലേക്ക് വരുന്നു. ഇതേ സമയം കെയ്ത്തിന്റെ അങ്കിള് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ആ ബ്ലൂ കളർ ട്രക്കിന്റെ ഉടമസ്ഥൻ ആരാണ് എന്ന് മനസ്സിലാവുന്നു. അത് ബോറിസിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു ട്രക്കായിരുന്നു. ബോറിസിന്റെ അഡ്രസ്സ് ഇയാൾ അങ്കിള് കണ്ടുപിടിക്കുന്നു. ഇതേ സമയം തന്നെ ബോറിസിന്റെ വീട്ടിലെത്തിയ കെയ്ത്തും സ്ലോവനും ആണി കുത്തിക്കയറ്റിയ ടെന്നീസ് ബോൾ കൊണ്ട് അയാളെ ആക്രമിക്കുന്നു. തുടർന്ന് അവർ 2 പേരും അയാളെ ബന്ദിയാക്കുന്നു, കെട്ടിയിടുന്നു. ഇവരെ ക്രൂരമായി പീഡിപ്പിച്ച ആ പോർക്കിന്റെ മുഖം മൂടി അണിഞ്ഞ ആള് ആരാണ്, അവന്റെ അഡ്രസ്സ് എന്താണ് എന്നൊക്കെ ബോറിസിനോട് ഇവര് ചോദിക്കുന്നു. എന്നാൽ ബോറിസ് അയാളുടെ പേര് പറയാൻ മടിക്കുന്നു. അപ്പോൾ ഇവർ പറയുന്നു ഇവരുടെ കയ്യിലൊരു ആയുധമുണ്ട്, ഒരു മോർച്ചേറിയ ഒരു ആയുധമുണ്ട്. ആ ആയുധം ഉപയോഗിച്ച് ഇയാളുടെ ബാക്കിൽ കുത്തിക്കയറ്റും പറഞ്ഞില്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കുന്നു. ആ ഒരു ഭയത്താൽ മോറിസ് അയാളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവർക്ക് പറഞ്ഞു കൊടുത്തെങ്കിലും ഇവര് വീണ്ടും പണി കൊടുക്കുന്നു. ഇവർ ആ ആയുധം കൊണ്ട് ബോറിസിന്റെ ബാക്കിൽ കുത്തിക്കയറ്റുന്നു. ബോറിസിന് അതിക്രൂരമായ ശിക്ഷ കൊടുത്തതിന് ശേഷം ഇവർ 2 പേരും അയാളുടെ ട്രക്കിൽ കയറി അവിടെ നിന്ന് കടന്നു പോകുന്നു. ഇവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ പോർക്കിന്റെ മുഖം മൂടി അണിഞ്ഞ് ഇവരെ 2 പേരെയും ക്രൂരമായി പീഡിപ്പിച്ച ആ മനുഷ്യനെ കണ്ടെത്തി അയാളെ തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേ സമയം കെയ്റ്റിന്റെ അങ്കിള് ബോറിസിന്റെ വീട്ടിലേക്ക് എത്തുന്നു. വീടിന്റെ ഉള്ളിൽ കടന്നു നോക്കിയപ്പോൾ കാണുന്നത് ദാരുണമായ കാഴ്ചയാണ്. ബോറിസിന്റെ ദയനീയമായ ഒരു അവസ്ഥയാണ് അയാൾ അവിടെ കാണുന്നത്. ശേഷം കെയ്ത്തും സ്ലോവനും ഇവരെ പോർക്കിന്റെ മുഖം മൂടി അണിഞ്ഞ് പീഡിപ്പിച്ച അയാളുടെ സ്ഥലത്ത് എത്തുന്നു. സ്ലോവനെ കണ്ടപ്പോൾ അയാൾക്ക് ദേഷ്യം പിടിക്കുന്നു. അയാൾ ദേഷ്യത്തോടുകൂടി സംസാരിക്കുന്നു. ഈ ഒരു സമയത്ത് അയാളുടെ പിന്നിലൂടെ വന്ന കെയ്ത്ത് അവളുടെ കയ്യിൽ ഒരു ബേസ്ബോൾ ബാറ്റുണ്ട്. ആ ബാറ്റ് കൊണ്ട് അയാളെ തലക്കടിച്ച് വീഴ്ത്തുന്നു. ശേഷം ഇവര് അയാളെ ട്രക്കിന്റെ പിന്നിൽ കെട്ടിയിട്ട് അയാളെ വലിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ അയാളുടെ ശരീരമാകെ തൊലിയൊക്കെ പോയി ആകെ ഒരു ദയനീയമായ അവസ്ഥയിലാവുന്നു. തുടർന്ന് ഇവര് അയാളുടെ ശരീരത്തിലേക്ക് പെട്രോൾ എടുത്തു വെച്ച് അയാളെ കത്തിച്ചു കളയുന്നു. ഇതേ സമയം കണ്ട കാര്യങ്ങൾ പോലീസിനെ അറിയിക്കുന്നതിന് വേണ്ടി കെയ്ത്തിന്റെ അങ്കിൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ആ വില്ലനായ ആ ഒരു പോലീസുകാരൻ മാത്രമേ ഉള്ളൂ, മറ്റുള്ള പോലീസുകാരൊന്നുമില്ല. കെയ്ത്തിന്റെ അങ്കിളിന് ഈ ഒരു സമയത്ത് അറിയില്ല ഇയാളൊരു വില്ലനാണ് എന്ന് അറിയില്ല. കാര്യങ്ങൾ ആ പോലീസുകാരനോട് പറഞ്ഞപ്പോൾ ആ പോലീസുകാരൻ ഗണ്ണെടുത്ത് ഇയാളുടെ നേരെ ചൂണ്ടുന്നു. തുടർന്ന് ആ പോലീസുകാരൻ കെയ്റ്റിന്റെ അങ്കിളിനെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരു ചെയറിൽ കെട്ടിയിടുന്നു.
അവിടെയുള്ള മ്യൂസിക്കിൻ്റെ വോളിയം കൂട്ടി വെച്ച് അയാൾ അടുത്ത റൂമിലേക്ക് ചെല്ലുന്നു. അവിടെ 2 യുവതികളുണ്ടായിരുന്നു. ആ യുവതികളെ ഇതുപോലെ തന്നെ ബന്ദികളാക്കി വെച്ചിരിക്കുന്നതാണ്. ആ യുവതികളെ പോലീസുകാരൻ പീഡിപ്പിക്കാനായി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നതിനിടയിൽ അവിടേക്ക് വന്ന സ്ലോവനും കേത്തും അയാളെ തലയ്ക്കടിച്ച് വീഴ്ത്തുന്നു. തുടർന്ന് ഇവർ ആ പോലീസുകാരനെ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്ത് കൊന്നുകളയുന്നു. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന 2 യുവതികൾ കേറ്റിൻ്റെ അങ്കിളിനെ കെട്ടയച്ചു വിടുന്നു. സംഭവിച്ച കാര്യങ്ങൾ അവർ അങ്കിളിനോട് പറയുന്നു. ശേഷം സ്ലോവനും കേത്തും ഇവരെ തട്ടിക്കൊണ്ടുവന്ന യുവാക്കളുടെ വീട്ടിലെത്തുന്നു. അവിടെയുള്ള അവരുടെ അമ്മയെയും അവരെയും ബന്ദികളാക്കുന്നു. ആ യുവാക്കളുടെ അമ്മ നോക്കി നിൽക്കെ അതിലൊരു യുവാവിനെ ഇവര് തലക്കടിച്ചു വീഴ്ത്തുന്നു. താഴേക്ക് വീണ ആ യുവാവിൻ്റെ തല ഇവരെ ബേസ്ബോൾ ബാറ്റ് കൊണ്ട് 2 പേരും കൂടി അടിച്ച് ആ ഒരു പരിവാക്കുന്നു. ശേഷം ഇവർ അടുത്ത യുവാവിൻ്റെ കയ്യിൽ ബേസ്ബോൾ ബാറ്റ് കൊടുത്തുകൊണ്ട് അവൻ്റെ അമ്മയെ ആ സ്ത്രീയെ തല്ലാനായി ആവശ്യപ്പെടുന്നു. എന്നാൽ ആ യുവാവിനെ അതിനെ സാധിച്ചില്ല. അങ്ങനെ ഇവരെ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്ത് ആ യുവാവിനെ കൊന്നുകളയുന്നു. ആ യുവാവിനെ കൊന്നതിന് ശേഷം താഴെ വീണെടുക്കുന്ന ആ യുവാവിൻ്റെ കയ്യിൽ തോക്ക് വെച്ചുകൊണ്ട് ഒന്നുകൂടി ഇവർ ആ യുവാവിൻ്റെ നെറ്റിയിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. അത് ആ യുവാവാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം സ്വയം ആത്മഹത്യ ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത് ആ 2 യുവാക്കളുടെ അമ്മയായ ഈ ഒരു സ്ത്രീ മാത്രമാണ്. ആ സ്ത്രീ ഇവരോട് പറയും, നിങ്ങൾ ചെയ്തതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ നിയമത്തിന് മുന്നിൽ പിടിക്കപ്പെടും, നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്യും എന്ന് പറയും. ഒരു തെളിവ് പോലും ഞങ്ങൾ ബാക്കി വയ്ക്കില്ല, എല്ലാ തെളിവുകളും ഞങ്ങൾ നശിപ്പിച്ചു കളയും എന്ന് ആ സ്ത്രീയോട് പറയും. അത് കേട്ടപ്പോൾ ആ സ്ത്രീക്ക് പേടിയാവുന്നു. ആ സ്ത്രീയെ കൊല്ലാതിരിക്കാനായി ഒരുപാട് കെഞ്ചി നോക്കുന്നു, കാശ് തരാം എന്നൊക്കെ പറഞ്ഞു നോക്കുന്നു. എന്നാൽ ഇവർ 2 പേരും അതിലൊന്നും ആ സ്ത്രീയോട് ക്ഷമിക്കാൻ തയ്യാറായില്ല. ഇവരെ അവിടെ ഉണ്ടായിരുന്ന ഒരു കട്ടിംഗ് മെഷീൻ എടുത്ത് ആ സ്ത്രീയെ തീർക്കുന്നു, അവസാനിപ്പിക്കുന്നു. അങ്ങനെ ക്രൂരമായി തങ്ങളെ പീഡിപ്പിച്ചവരെല്ലാം കൊന്നൊടുക്കി പ്രതികാരം ചെയ്തതിന് ശേഷം കേറ്റും സ്ലോവനും ഇപ്പോൾ അവരെ ആദ്യം പ്ലാൻ ചെയ്ത പ്രകാരം ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പോകാനായി എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ ഈ ഒരു സമയത്ത് അവരുടെ അങ്കിൾ അവിടെ വന്നിട്ടുണ്ട്. ശേഷം അവർ 2 പേരും എയർപോർട്ടിലേക്ക് പോകുന്നു. ഇതോടുകൂടി ഈ സിനിമ അവസാനിക്കുന്നു. ഹേ ഗായ്സ്, ദിസ് ഈസ് ത്രില്ലേഴ്സ് മൂവി റീക്യാപ്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു സിനിമയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.